അച്ഛൻ പറഞ്ഞ കഥകളുടെ 13-ാം ഭാഗം പറയുന്നത് ശ്രീകൃഷ്ണനും പരമശിവനും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ കഥയാണ്. തീർത്തും അവിശ്വസനീയമായ ഇത്തരമൊരു പോരാട്ടത്തിന് കാരണക്കാരൻ ബാണാസുരനാണ്. അതിന് പശ്ചാത്തലമായത് ബാണാസുരൻ്റെ മകളായ ഉഷയുടെയും ശ്രീകൃഷ്ണൻ്റെ ചെറുമകനായ അനിരുദ്ധൻ്റെയും സ്നേഹബന്ധമാണ്. ബാണാസുരൻ്റെ കഥയിലേക്ക്. മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ ചെറുമകനും മഹാബലിയുടെ മകനുമായിരുന്നു ബാണാസുരൻ. ശോണിതപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന ബാണാസുരൻ തികഞ്ഞ പരമശിവ ഭക്തനായിരുന്നു. ശിവനെ അതികഠിനമായ തപസ്സിലൂടെ പ്രീതിപ്പെടുത്തി അതിശക്തനായി മാറിയ ബാണാസുരന് ശിവൻ 1000 കൈകൾ നൽകി അനുഗ്രഹിച്ചിരുന്നു. കൂടാതെ തൻ്റെയും തൻ്റെ രാജ്യത്തിൻ്റെയും സംരക്ഷണ ചുമതല പരമശിവനും പാർവതിയും ഏറ്റെടുക്കണം എന്നൊരാവശ്യം ബാണാസുരൻ ഉന്നയിക്കുകയും ശിവന് മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിക്കേണ്ടിയും വന്നു. കാലങ്ങൾക്ക് ശേഷം ബാണാസുരൻ ക്രൂരനും അഹങ്കാരിയുമായി മാറുകയും പറ്റിയ എതിരാളികളില്ലാത്തതിനാൽ പരമശിവനെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഒരിക്കൽ നിന്നേക്കാൾ പ്രബലനായൊരു ശത്രു നിന്നെ എതിരിടാൻ വരുമെന്നും അന്നു നിന്റെ വിജയത്തിൻ്റെ അടയാളമായി നാട്ടിയ കൊടിമരം ഒടിഞ്ഞു വീഴുമെന്നും പരമശിവൻ പറഞ്ഞു. അങ്ങനെ തന്നേക്കാൾ ശക്തനായ ശത്രുവിൻ്റെ വരവിനായി ബാണാസുരൻ കാത്തിരുന്നു. ബാണാസുരൻ്റെ മകളായ ഉഷ പാർവതി ദേവിയുടെ കടുത്ത ഭക്തയായിരുന്നു. ഉഷ ഉടൻ തന്നെ അതിസുന്ദരനും സർവഗുണ സമ്പന്നനുമായ ഒരു യുവാവിനെ സ്വപ്നത്തിൽ ദർശിക്കുമെന്നും ആ യുവാവ് പിന്നീട് ഉഷയുടെ ജീവിത പങ്കാളിയായി മാറുമെന്നും പാർവതി ദേവി അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഉഷ ഒരു ദിവസം രാത്രി ഒരു യുവാവിനെ സ്വപ്നം കാണുകയും അവനിൽ അനുരക്തിയാവുകയും ചെയ്തു. ഉണർന്നപ്പോഴാണ് അതൊരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന് ഉഷ തിരിച്ചറിയുന്നത്. ആ യുവാവ് ആരെന്നറിയാനായി ഉഷ അതിയായി ആഗ്രഹിക്കുകയും വിവരം തോഴിയായ ചിത്രലേഖയെ അറിയിക്കുകയും ചെയ്തു. ചിത്രലേഖ ഒരു ചിത്രകാരിയും മറ്റനേകം മാന്ത്രിക സിദ്ധികളുള്ള ആളുമായിരുന്നു. പ്രപഞ്ചത്തിലെ സകല രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും എല്ലാം ചിത്രം ചിത്രലേഖ വരച്ച് ഉഷയെ കാണിച്ചെങ്കിലും അവരാരുമല്ല സ്വപ്നത്തിൽ വന്നത് എന്ന് ഉഷ അറിയിച്ചു. ശേഷം ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചപ്പോൾ ഒരു ഛായയുണ്ടെന്നും എന്നാൽ ഇതിനേക്കാൾ ചെറുപ്പമാണെന്നും ഉഷ അറിയിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ മകനായ പ്രദ്യുമ്നൻ്റെ ചിത്രം കുറച്ചുകൂടി സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ ഉഷയ്ക്ക് ചിത്രലേഖ പ്രദ്യുമ്നൻ്റെ മകനായ അനിരുദ്ധൻ്റെ ചിത്രം വരച്ച് കാണിച്ചു. സ്വപ്നത്തിലെ യുവാവിനെ കണ്ട ഉഷയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അന്നേ ദിവസം രാത്രിയിൽ ചിത്രലേഖ തൻ്റെ മാന്ത്രിക കഴിവുകൾ ഉപയോഗിച്ച് ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലെത്തി അനിരുദ്ധനെ കിടക്കയോടെ എടുത്ത് ഉഷയുടെ അടുത്തെത്തിച്ചു. ഉറക്കമുണർന്ന അനിരുദ്ധൻ ഉഷയെ കാണുകയും അവർ സ്നേഹബന്ധത്തിലാവുകയും ചെയ്തു. ഇതറിഞ്ഞ ബാണാസുരൻ കോപാകുലനാവുകയും അനിരുദ്ധനെ തടവിലാക്കുകയും ചെയ്തു. അനിരുദ്ധൻ ബാണാസുരൻ്റെ തടവിലാണെന്ന് നാരദമുനിയിൽ നിന്ന് അറിഞ്ഞ ശ്രീകൃഷ്ണൻ ബാണാസുരനെ ആക്രമിച്ച് അനിരുദ്ധനെ മോചിപ്പിക്കാനായി ബലരാമനെയും സാത്വികിയെയും തൻ്റെ മക്കളായ പ്രദ്യുമ്നനെയും സാമ്പനെയും കൂട്ടി ബാണാസുര നഗരിയിലേക്ക് തിരിച്ചു. അപ്പോൾ ബാണാസുരൻ്റെ വിജയത്തിൻ്റെ അടയാളമായി നാട്ടിയിരുന്ന കൊടിമരം തനിയെ ഒടിഞ്ഞു വീണു. തന്നേക്കാൾ പ്രബലനായ തൻ്റെ ശത്രുവിൻ്റെ വരവ് മനസ്സിലാക്കിയ ബാണാസുരൻ തൻ്റെ സംരക്ഷണ ചുമതല കൽപ്പിച്ചിരിക്കുന്ന പരമശിവനെ സ്മരിക്കുകയും പരമശിവൻ പ്രത്യക്ഷനാവുകയും ചെയ്തു. അങ്ങനെ ശ്രീകൃഷ്ണ പരമശിവ പോരാട്ടത്തിന് കളമൊരുങ്ങി. യുദ്ധമൊഴിവാക്കാൻ ഇരുവരും ശ്രമിച്ചെങ്കിലും അനിരുദ്ധനെ മോചിപ്പിക്കാൻ ബാണാസുരൻ തയ്യാറായില്ല. അങ്ങനെ പോരാട്ടം തുടങ്ങി. കൃഷ്ണൻ ശിവൻ്റെ ബ്രഹ്മാസ്ത്രത്തിന് നേരെ ബ്രഹ്മാസ്ത്രവും വായു അസ്ത്രത്തിന് നേരെ പർവ്വതാസ്ത്രവും ആഗ്നേയാസ്ത്രത്തിന് നേരെ വരുണാസ്ത്രവും പാശുപതാസ്ത്രത്തിന് നേരെ നാരായണാസ്ത്രവും പ്രയോഗിച്ചു. ആരും ജയിക്കാതെ പോരാട്ടം തുടർന്നു. ബാണാസുരൻ്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച പരമശിവൻ ഒടുവിൽ ശ്രീകൃഷ്ണന് ഒരു സൂചന നൽകുകയും അതുപ്രകാരം ശ്രീകൃഷ്ണൻ ജൃംഭനാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. അതേറ്റ് പരമശിവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ ബാണാസുരൻ ശ്രീകൃഷ്ണനെ എതിരിടാനെത്തി. പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ബാണാസുരൻ്റെ 4 കൈകളൊഴിച്ച് ബാക്കി എല്ലാ കൈകളും ഛേദിച്ചു കളഞ്ഞു. ശേഷം ബാണാസുരനെ വധിക്കാനായി ശ്രീകൃഷ്ണൻ സുദർശന ചക്രം എടുത്തപ്പോൾ പരമശിവൻ നിദ്രയിൽ നിന്നുണരുകയും ബാണാസുരനെ വധിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിനോടകം അഹംഭാവമെല്ലാം മാറിക്കഴിഞ്ഞ ബാണാസുരൻ ശ്രീകൃഷ്ണനോട് ക്ഷമ ചോദിക്കുകയും പിന്നീട് അവർ അടുത്ത സുഹൃത്തുക്കളാവുകയും ചെയ്തു. ബാണാസുരൻ അനിരുദ്ധനെ മോചിപ്പിക്കുകയും തൻ്റെ മകൾ ഉഷയെ അനിരുദ്ധന് വിവാഹം കഴിപ്പിച്ച് നൽകുകയും ചെയ്തു. അങ്ങനെ ഉഷ അനിരുദ്ധ സ്നേഹബന്ധത്തിൻ്റെ പരിണിത ഫലമായി നടന്ന ശ്രീകൃഷ്ണ പരമശിവ യുദ്ധം
ആരും ജയിക്കാതെ തുല്യശക്തികളുടെ പോരാട്ടമായി മാറുകയും ഇരുവരും ചേർന്ന് ബാണാസുരൻ്റെ അഹങ്കാരം ശമിപ്പിക്കുകയും ചെയ്തു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 14-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.